നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കാണിച്ചിട്ടുള്ള ഒരു രീതി, അതിൻ്റെ ഒരു സാമ്യം ഈ കേസിലും കാണുന്നുണ്ട് ചില കാര്യങ്ങളിൽ. സമൂഹ മാധ്യമത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഇദ്ദേഹത്തിനായി പ്രവർത്തിക്കുക, അതിനായി ഒരു PR സംഘത്തെ രൂപീകരിക്കുക. ആ PR സംഘം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട പോസ്റ്റുകൾ ഇടുക മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പ്രതികരിക്കുന്നവരെ അതിമോശമായി, വളരെ മോശം ഭാഷയിൽ സമൂഹ മാധ്യമത്തിൽ ഉപദ്രവിക്കുക എന്നുള്ളത്. ആ ഉപദ്രവം എന്നുള്ളത് ഈ പറയുന്ന ഇരകൾക്കെതിരെ മാത്രമല്ല, പാർട്ടിയിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾക്കെതിരെ വരെ. കാരണം നമ്മൾക്കറിയാം, ഈ സംഭവം പുറത്തു വന്ന ഘട്ടത്തിൽ വളരെ ശക്തമായി തന്നെ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണ അടക്കമുള്ള നേതാക്കൾ, ഉമാ തോമസ് അടക്കമുള്ള നേതാക്കൾ എങ്ങനെയാണോ പ്രതികരിച്ചത്, ഇങ്ങനെയൊരു നേതാവ് പാർട്ടിയിൽ വേണ്ട എന്ന് തന്നെ ഉറച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പ്രതികരിച്ച ആ വനിതാ നേതാക്കൾക്കെതിരെ എത്ര മോശമായിട്ടാണ് ആ സമൂഹ മാധ്യമത്തിൽ ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവർക്ക് മുഖമില്ല, അവർ ഒരു വേറെ വിങ്ങായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പാർട്ടി വഴങ്ങുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. പല ഘട്ടത്തിലും ഈ സംവിധാനം ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഈ സൈബർ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ക്രിമിനൽ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നു, പ്രത്യേകിച്ച് ഇത്തരം കേസുകൾ എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഏതൊക്കെ രൂപത്തിലാണ് ഈ പറയുന്ന പരാതിക്കാരിയല്ല, ഇരയ്ക്കെതിരെ ഏതൊക്കെ രൂപത്തിലാണ് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ പ്രതികരിക്കുക, അവരിവിടെയാണ്, ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് പറയുക, ഇവരാണ് ആ ആൾ എന്ന് പറയുക, ആ രൂപത്തിൽ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്.